ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ്. അങ്കമാലി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു യങ് ഓൺട്രപ്രണറാണ്. നമ്മുടെ മല്ലു തന്നെയാണ്. പക്ഷേ എന്നാലും രാജസ്ഥാനിൽ നിന്ന് ഒരു 18 ഇയേഴ്സ് മുന്നേ ഇവിടെ നമ്മുടെ സ്വന്തം കേരളത്തിൽ വന്നിട്ടുള്ള സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി കൂടിയാണ്. സച്ചിൻ ജെയിൻ വയർ നെറ്റിംഗ് കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. താങ്ക് യു. അപ്പം സാറ് ബേസിക്കലി രാജസ്ഥാനാണ്. സോ എൻ്റെ ഗ്രാൻഡ് പേരൻസ് രാജസ്ഥാനിലായിരുന്നു കുറേ വർഷം ജീവിച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ ഡൽഹിയിലേക്ക് മാറിയായിരുന്നു. ഓക്കെ. അപ്പോൾ അച്ഛനും അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഡൽഹിയിലായിരുന്നു കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ഐ വാസ് ബോൺ ദർ. ആൻഡ് അറൌണ്ട് 2005 ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിരുന്നു. 2005 അറൌണ്ട് ഓണം ടൈം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷിഫ്റ്റ് ആയിരുന്നു. ഓണം എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? കാരണം അവിടെ താമസിച്ചിട്ട് നമുക്ക് ഓണം എന്താണ് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം നോർത്തിലെ അത്രയും ഒരു ഓണത്തിനെ പറ്റി ആർക്കും അത്രയും അറിയില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന ശേഷം ഞങ്ങള് കാര്യങ്ങൾ തുടങ്ങിയ ജസ്റ്റ് ഒരു 1 വീക്ക് കഴിയുമ്പോൾ തന്നെ ഒരു ഓണം ഹോളിഡേസ് വന്നു. അപ്പൊ ഞങ്ങൾ ആലോചിച്ച അതെന്താ, പുറത്തിറങ്ങിയപ്പോഴെല്ലാം കണ്ടപ്പോഴാണ് മനസ്സിലായ ഓണമിന്റെ ഒരു ബ്യൂട്ടി അതിന്റെ ഒരു ഇമ്പോർട്ടൻസും എല്ലാം. അപ്പൊ ആ കാരണം ആ ഒരു കാര്യം ഓർമ്മയുണ്ട്. അപ്പോൾ 2005 ഇവിടെ എത്തുന്നത് ഒരു ബിസിനസ് ആയിട്ട് തന്നെയാണോ? അതെ. അപ്പോ ഞങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് പേര് കേരളയിലെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു മെറ്റീരിയൽ. അപ്പോൾ അവരുടെ ഒരു സജഷൻ വെച്ച് അവർ പറഞ്ഞായിരുന്നു ഈ കച്ചവടം നോക്കുവാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പോയി നോക്ക്, അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ആ കാരണം അച്ഛൻ ഒറ്റയ്ക്ക് ആദ്യം ട്രാവൽ ചെയ്തായിരുന്നു ഇവിടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം ഓക്കെ ആണ്. ലൈക്ക് വെൻ ഹി ഫെൽറ്റ് ദാറ്റ് എവറിഥിങ് വാസ് ഓക്കെ, ദാറ്റ് ഇറ്റ് ക്യാൻ ഗോ ഫോർവേഡ്. അപ്പോൾ we also moved like within a month. അപ്പോൾ then we all got settled here. Then അപ്പോൾ me, my brother, my mother, Papa was already here. And then we started our schooling here. സ്കൂൾ ഞങ്ങൾ ബിക്കോസ് വി കെയിം മിഡ് ഇയർ. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ ഒന്നും അഡ്മിഷൻ അങ്ങനെ പെട്ടെന്ന് കിട്ടിയില്ല, കാരണം മിഡിൽ ഓഫ് ദി ഇയർ ആയിരുന്നു. അപ്പോൾ വൺ വെരി ഗുഡ് സ്കൂൾ കോൾഡ് അമൃത വിദ്യാലയം ഇൻ ചെർനല്ലൂർ, ദേ ഗേവ് us an opportunity. അപ്പോൾ അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു വർഷത്തേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പറഞ്ഞൊരു സ്കൂളുണ്ട് തിരുവാനിയൂർത്ത്, ചോട്ടാനിക്കര ടെമ്പിളിന്റെ അടുത്ത്. അപ്പോൾ ബാക്കി എൻ്റെ സ്കൂളിൽ മൊത്തം അവിടെയായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെയും സ്കൂളിൽ മൊത്തം അവിടെയായിരുന്നു. സ്റ്റഡീസ് കഴിഞ്ഞിട്ട് സാർ കംപ്ലീറ്റ്ലി ഈ ഒരു ബിസിനസ്സിലോട്ട് ഫോക്കസ് കൊടുത്തപ്പോഴാണ്? So I did my undergrad in SRM Chennai. I did my commerce degree over there. And then I interned at Goldman Sachs for a few months. അവിടെ നിന്ന് ഒരു ഫുൾ ടൈം ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് അവിടെ ജോയിൻ ചെയ്യാൻ പോയതാ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എൻ്റെ എൻഡ് ഗോൾ എന്താ, ഞാൻ ജോബിൽ കയറാനാണോ ഉദ്ദേശിക്കുന്നത്, ഫിനാൻസ് വേൾഡിലാണോ കയറാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ കയറാനാണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറേ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ജോബിൽ കയറി കഴിഞ്ഞാൽ 1-2 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടും. പക്ഷെ അത് എനിക്ക് അത്രയും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. സോ ഐ ഇമ്മീഡിയറ്റ്ലി വെന്റ് ഫോർ മൈ MBA that I did in IBS Bangalore. Yeah, there also I did an internship in a company called Drums Food Private Limited. അവർക്ക് എപ്പിഗാമി പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ I was in that division. And after my internship, I was fortunate to win the best internship award in my college. Out of 250 students, I got the first place. And after that, I think my college got over on February 16th. And 18th, I had joined the business. Yeah, immediate. Like I think Friday was the last day, and Monday morning I was here to join the business. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ബിസിനസ്സിലോട്ട് മക്കളെ ഒന്ന് പുഷ് ചെയ്ത് കയറ്റാൻ ഫാദേഴ്സും മദേഴ്സും ഒക്കെ നല്ല ടഫാണ്. ശരിയാണ്. ദാറ്റ് ഈസ് വെരി ട്രൂ, ബിക്കോസ് ഐ സീ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഐ നോ ആൻഡ് സ്കൂൾ മേറ്റ്സ് ഓർ ലൈക്ക് പീപ്പിൾ, ഫ്രണ്ട്സ് ആൻഡ് എവറിത്തിങ്, ആർക്കും പെട്ടെന്ന് അങ്ങനെ ഫാമിലി ബിസിനസ്സിൽ കയറാൻ താല്പര്യം കുറവാണ്. അവർക്ക് ഓരോരുത്തർക്ക് ഓരോ കോൺസെപ്റ്റ്സ് ഉണ്ടാവും. ദേ ആർ ഓൾസോ റൈറ്റ്, ആൻഡ് പീപ്പിൾ ഹു ചൂസ് ടു എൻ്റർ ആർ ഓൾസോ റൈറ്റ്. ദർ ഈസ് നോ റോങ് as long as you're doing something. And currently നമ്മളെ ജെയിൻ വയർ നെറ്റിംഗ് കോർപ്പറേഷൻ എന്ന കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് സർവീസസ് ആണ് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? So Jain Wire Netting as a company we started in 2006 and 2005 in fact, sorry. And since then we have been in this industry called wire netting industry. Appo idile lot of products are coming. Ipo for example, to fence a land,
you require chain link fencing. We provide that. Then for fabrication purposes or reinforcement purpose, you need welded mesh. That also we are manufacturing. And in fact, we are the largest manufacturers of welded mesh and chain link in all of Kerala. Oh, okay. And other than that, we have a lot of other products that come under wire netting industry. അത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയൽ വയർ ആയിരിക്കും. അപ്പോൾ ഈ വയർ പറഞ്ഞ ഐറ്റം പല തിക്നെസ്സിൽ വരും. ഓൾമോസ്റ്റ് നമ്മുടെ മുടിയുടെ തിക്നെസ് തൊട്ട് നമ്മുടെ ഒരു ഫിംഗറിന്റെ തിക്നെസ് അത്രയും വെറൈറ്റി ഉണ്ട്. യെസ്. അപ്പോൾ ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ്, ഫോർ മാനുഫാക്ചറിങ് പർപ്പസ്, for food industry, for many industries, it is a useful product. That's why we are able to cater a little bit to all the industries. Okay. And our main business is to supply to all of the wholesalers and retailers all over Kerala. All over the Appo Kerala. Kasaragod border thotte Trivandrum attam vare. In fact, even Tamil Nadu, we have regular customers. In fact, we have almost 1,000 dealers. Nearly 1,000 to 1,000 plus dealers all over Kerala. Wholesalers and retailers are everyone. Yes. So generally what we do is ഒരു ഏരിയയിൽ നമുക്ക് ഒരു നല്ല കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരെ തന്നെ നമ്മൾ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്, അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സെയിം വേ ദേ ആർ ഓൾസോ സപ്പോർട്ടിങ് us back. ഓക്കെ. നിലവിൽ നമ്മുടെ എല്ലാ കമ്പനീസിലുമായിട്ട് നമുക്ക് മൊത്തം എത്ര ലേബേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്? ലേബർ ഓൾമോസ്റ്റ് നമുക്കൊരു 70 to 80 പീപ്പിൾ ഉണ്ടാവും. നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു വയർ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? സോ ഞങ്ങളുടെ റോ മെറ്റീരിയൽസ് ആർ കമ്മിങ് ഫ്രം വേരിയസ് വേൾഡ്. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർസ് ഒക്കെ ആണെങ്കിൽ ദേ ആർ കമ്മിങ് ഫ്രം അബ്രോഡ് ഓൾസോ, ഫ്രം മൾട്ടിപ്പിൾ കൺട്രീസ്. ആൻഡ് സം ഓഫ് അവർ മെറ്റീരിയൽ ഇസ് കമ്മിങ് ഫ്രം ചൈന ഓൾസോ. ലോട്ട് ഓഫ് അവർ റോ മെറ്റീരിയൽ ഇസ് കമ്മിങ് ഫ്രം ലോക്കൽ ഇന്ത്യൻ സപ്ലയേഴ്സ് as well. സോ സാർ ഒറ്റ മകനാണോ? അല്ല, I have a younger brother. Okay. He is a scientist. He did his astrophysics in Dublin, University of Dublin, and now he's doing his nuclear science in Barcelona. മൊത്തത്തിൽ ഒരു വേറെ ഫീൽഡില്ല. ഓക്കെ. അല്ല, വേറെ ഒന്നുമല്ല, ഒരാളെ കംപ്ലീറ്റ്ലി നമ്മുടെ വേൾഡിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നു, ഒരാളെ കംപ്ലീറ്റ്ലി ബിസിനസിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നു. എപ്പോഴായിരുന്നു കല്യാണം? 2022 November. Okay, only 2 years. Yeah, just 1.5 years. 1.5 years. സാർ പറഞ്ഞായിരുന്നു നമുക്കിവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മാനുഫാക്ചറിങ് ആകുമ്പോൾ നമ്മളേതായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാവും. നമ്മളെ ബ്രാൻഡ് എന്താണ്? ഞങ്ങളുടെ ശ്രീ വെൻ പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്, SHREEVEN. അതെ. അപ്പോ that is the brand that we registered in 2021 or 22 if I'm right. നമുക്ക് ട്രേഡ് മാർക്ക് ഉള്ള ബ്രാൻഡ് ആണ്. ഈ ഒരു ബ്രാൻഡാണ് ഇനിയിപ്പം എക്സ്പോർട്ടിംഗിലൊക്കെ വേൾഡ് വൈഡ് മൊത്തം കാണാൻ പോകുന്നത്. Hopefully. All the best for that. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓഫ് കോഴ്സ് സാറിന് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ബിസിനസ് കോൾസും. ഒരുപാട് ടൈമിൻ്റെ മീൻസ് ഒരു ബിസിനസ് ടൈമിൻ്റെ ഇടയിലും നമുക്ക് സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ വിഷൻ ആൻഡ് ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. Thank you for your time. Thank you for this opportunity. Thank you sir. Thank you so much.